ഈ പാഠം ഹെ ജിസ്കി ജബാൻ ഉറുദു കി തറ, ആരുടെ ഭാഷയാണ് ഉറുദുവിനെ പോലെയുള്ളത്, വേറെ ഏതെങ്കിലും ഭാഷയുണ്ടോ എന്നർത്ഥം. ഈ പാഠം എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിൻ്റെ കലാമൂല്യത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു പാഠം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. തുമുജെ യോ ഭുലാനെ പാവോഗെ, ആദ്യം തന്നെ ഒരു ഉറുദു ഭാഷയെക്കുറിച്ചൊരു കവിത. തുമുജെ ഭുലാനെ പാവോഗെ ജബ് കബി ബി സുനോഗെ ഗീത് മേരെ സംഗ് സംഗ് തുമ്പി ഗുൻഗുനാവോഗെ. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ മറക്കാൻ കഴിയില്ല. ഭുലാനെ പാവോഗെ പറഞ്ഞാൽ മറക്കാൻ കഴിയില്ല. ജബ് കബി ബി സുനോഗെ ഗീത് മേരെ, എൻ്റെ ഒരു ഗാനം കേട്ടാൽ, എൻ്റെ ഭാഷയിലുള്ളൊരു ഗാനം കേട്ടാൽ, സംഗ് സംഗ് തുമ്പി ഗുൻഗുനാവോഗെ, കൂടെ കൂടെ നിങ്ങളും മൂളി തുടങ്ങും. ഗുൻഗുനാനാണ് മൂള്. അപ്പോൾ അത് ഉറുദു ഭാഷയിലുള്ള എന്തെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ ഗസലോ കേട്ടാൽ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മൂളുന്ന പോലെ നമുക്ക് തോന്നും എന്നുള്ള ഒരു 3 വരി കവിത കൊടുത്തിട്ട് തുടങ്ങണം. ഇസ് ഖൂബ്സൂറത്ത് ഗാനെ കോ ആവാസ് കെ ജാദൂഗർ മുഹമ്മദ് റഫി സാഹിബിനെ കയാത്ത. ഈ ഒരു വളരെ ഭംഗിയുള്ള ഈ ഒരു കവിത അല്ലെങ്കിൽ ഗാനം, ഇതിന് ശബ്ദം കൊടുത്തത് ആരാണ്? മുഹമ്മദ് റഫി സാഹിബ് എന്ന് പറയുന്ന. ആവാസ് കെ ജാദൂഗർ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ, ശബ്ദത്തിൻ്റെ മജീഷ്യനായ മുഹമ്മദ് റഫി സാഹിബാണ് ഇതിന് ഈ ഗാനം പാടിയത്. ഒരു ഗാനാണിത് കേട്ടോ. ये गाना उतना मकबूल है कि जो कोई सुनता है संग संग गुनगुनाता ही रहता. ഈ ഒരു പാട്ട് പറഞ്ഞാൽ ഭയങ്കര സ്വീകാര്യമായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രസിദ്ധിയുള്ള ഒരു പാട്ടാണല്ലോ. അത് ആരെങ്കിലും അത് കേൾക്കുമ്പോൾ അതിനോട് കൂടെ തന്നെ അവർ മൂളിക്കൊണ്ടേയിരിക്കും. ഗുൻഗുനാത്ത ഹി രഹത്ത, മൂളിക്കൊണ്ടേയിരിക്കും. इस गाने के बोल में एक अजीब सी कशिश जादू है, गोया रफ़ी साहिब या ख़ुद उर्दू ज़बान हमसे मुखातब है. ഈ ഒരു ഗാനത്തിലെ ഒരു പാട്ടിൽ അതിൻ്റെ ബോൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഫ്ലുകൾ, ആ പാട്ടിൻ്റെ ലഫ്ലുകൾ തന്നെ ഒരു അജീബ്, വളരെ അത്ഭുതകരമായ, കശിഷ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവായ, അജീബ് സി അത്ഭുതകരമായ, കശിഷ് അട്രാക്റ്റീവായ, ജാദു ഒരു മാജിക് ഉണ്ട്, ഗോയ എന്ന് പറഞ്ഞാൽ എന്ന പോലെ, ആസിഫ്. റഫി സാഹിബ് നമ്മോട് അല്ലെങ്കിൽ ഉറുദു ജബാൻ തന്നെ നമ്മോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നുന്നുണ്ട് ഈ ഒരു കവിതയിലൂടെ. എന്താണ്? ജബ് തക് മേരാ ഗീത് സുൻതെ രഹോഗെ തും മുझे ഭൂൽ നഹി പാओगे. നിങ്ങൾ എപ്പോഴൊക്കെയാണ് എൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും നിങ്ങൾക്ക് എന്നെ മറക്കാൻ കഴിയില്ല, ഉറുദു ഭാഷയെ. അപ്പോൾ ഏതായാലും 1931 में फिल्म आलम आरा के इजरा के साथ उर्दू ने ही हिंदुस्तानी सिनेमा को बोलना सिखाया. ഏതായാലും 1931 ആലമെ ആറ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ആ ഒരു ഫിലിം റിലീസാവുന്നതോടുകൂടിയാണ് ഹിന്ദുസ്ഥാനി ഭാഷയിൽ ഇന്ത്യൻ സിനിമയിൽ ഉറുദു ഭാഷ കടന്നു വരുന്നത്. ഹിന്ദുസ്ഥാനി സിനിമക്ക് ബോൽന സിക്കായ, ഉറുദു സംസാരം പഠിപ്പിച്ചത് ആരാണ്? ഈ ഫിലിമിലൂടെയാണ് ആദ്യമായിട്ട്. ബോൽന സിക്കായാണ് സംസാരം പഠിപ്പിക്കുക പറഞ്ഞാൽ അതിൽ ഉറുദു ഭാഷ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിലാണ്. ഉറുദു ഹിന്ദുസ്ഥാനി സിനിമയ്ക്ക് മാതൃ ജബാൻ ബനുകി. അതിന് ശേഷമാണെങ്കിലോ ഉറുദു ഇന്ത്യൻ സിനിമയുടെ മാതൃഭാഷയായി മാറുകയും ചെയ്തു. വത്തൻ കി തഖ്സീം നെ ഹമാരി മുഷ്തരിക തഹദീബ് और ഉറുദു ജബാൻ കോ ഷദീദ് നുക്സാൻ പഹുഞ്ചായ. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനം നമ്മുടെ മിശ്രിതമായ ആ സംസ്കാരത്തെയും അതിൻ്റെ ഉറുദു ഭാഷയ്ക്കും വളരെ നഷ്ടങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട്. ഇസ് വക്ത് ഹിന്ദുസ്ഥാനി സിനിമ ഉസ്കാ സബ്സെ ബഡ സഹാറ ബൻ കെ സാമനെ ആയ. ഈ ഒരു ഭയങ്കരമായ നഷ്ടങ്ങൾ സംഭവിച്ച സമയത്ത് ഇന്ത്യൻ സിനിമ ഒരു സപ്പോർട്ടായിട്ട്, ഒരു ഹെൽപ്പായിട്ട് മുന്നോട്ട് വന്നു. സബ്സെ ബഡ സഹാറ പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിട്ട്, എല്ലാത്തിനും വലിയ സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നു. എങ്ങനെ സപ്പോർട്ട് ചെയ്തത്? ഹിന്ദുസ്ഥാനി സിനിമ തറക്കി പസന്ത് തെഹരീക്ക് और തെഹരീക്ക് ആസാദി ദോനോं से മുതാസിർ हुआ. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അന്നുണ്ടായിരുന്ന തറക്കി പസന്ത് തെഹരീക്ക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് മൂവ്മെൻറ്റ്, അതേമാതിരി ഫ്രീഡം മൂവ്മെൻറ്റ്, ഈ 2 മൂവ്മെൻറ്റുമായിട്ടും ഇന്ത്യയിലെ സിനിമ അതിന് സ്വാധീനമുണ്ടായി, ആ 2 പ്രസ്ഥാനങ്ങളുമായിട്ട്. ജംഗി ആസാദി മേ ജോഷ് പൈദാ കർണേ വാല യ ഗീത്ത്, അവിടെ താഴെ പറയുന്ന ഒരു ഗാനം. സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ഭയങ്കരമായ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭഗത് സിംഗിൻ്റെ ഒരു സിനിമ ഉണ്ടാക്കിയിരുന്നു. ആ സിനിമയിൽ താഴെ പറയുന്ന വരികളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. पैदा करने वाला गीत ഷഹീദ് ഭഗത് സിംഗ് पर बनाई गई फिल्मों में जगह पाया. ഭഗത് സിംഗിനെ കുറിച്ച് ഉണ്ടാക്കിയ സിനിമയിൽ ഈ താഴെ പറയുന്ന ഈ വരികൾക്ക് ഇടം നേടി. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ. സർഫറോഷി എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യാം. അപ്പോൾ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ആഗ്രഹം നമ്മളുടെ
ദിൽ നമ്മളുടെ ഹൃദയത്തിലുണ്ട്. ദേഖ്നാ ഹെ സോർ കിത്ന ബാസുയെ കാതിൽ മേ ഹെ, ശത്രുവിന് എത്ര ശക്തിയുണ്ടെന്ന് എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ വളരെ ധൈര്യം, ഒരു ധീരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടുന്ന ഒരു പാട്ട്. സോർ കിത്ന ബാസുയെ കാത്തിൽ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ, കാത്തിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വരുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു, ആ ശത്രുവിൻ്റെ ശക്തി, ബാസു പറഞ്ഞാൽ ശക്തി കേട്ടോ. ബോളിവുഡ് के आलिमशान फनकारों की कामयाबी की कहानियाँ भी उर्दू से जड़ी हुई है. ബോളിവുഡിലെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ വിജയവും അതിൻ്റെ കഥകളും ഉറുദുവിൽ നിന്നാണ് വരുന്നത്. ജഡി ഹുയി പറഞ്ഞാൽ ബേസ്ഡ് ആണ്, ഉറുദുവിന്ന് കടന്നു വരുന്നതാണ്. ജഡ് എന്ന് പറഞ്ഞാൽ വേരുള്ളതാണ്, വേരുറച്ചതാണ് എന്നുള്ള അർത്ഥം കേട്ടോ. मशहूर अदाकार दिलीप कुमार ने एक बार लता मंगेशकर का नाम सुनकर उनसे कहा. ഒരു ദിവസം ഇങ്ങനെ നമ്മളുടെ വളരെ പ്രസിദ്ധനായ ഒരു ആക്ടറായ ദിലീപ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ദിവസം ലതാ മങ്കേഷ്കറിൻ്റെ പാട്ട് കേട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആപ്കെ തലഫുമേ ജറാസി ഗഡ്ബഡ് ഹെ, നിങ്ങളുടെ ഉച്ചാരണത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മാതിരി തോന്നുന്നു. ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രയാസം, ഒരു ഡിസോർഡർ, ഒരു ശരിക്കല്ലായ്മ, ഒരു മിസ്സാവുക, ഡിസോർഡർ നടത്തുക. ആപ്പ് ഉറുദു സീഖ്നേക്ക് കോശിഷ് കീജിയെ, നിങ്ങളൊന്ന് ഉറുദു പഠിക്കാൻ ശ്രമിച്ചു നോക്കി. ലതാ മങ്കേഷ്കറിനെ ഉസ് കാം കെ ലിയെ മെഹബൂബ് നാമി ഏക് ഷഖ്സ് കോ അപ്ന ഉസ്താദ് മുഖർ കിയ. അപ്പോൾ അത് കേട്ടപ്പോൾ മെഹബൂബ് എന്ന പേരുള്ളൊരു ഉസ്താദിനെ തൻ്റെ ഉസ്താദായിട്ട് നിശ്ചയിച്ചു. മുഖറർ കർണാന നിശ്ചയിച്ചു. യഹി മാമൂലി മറാഠി ലഡ്ക്കി ആകെ ചൽക്കർ ബുൽബുലെ ഹിന്ദ് ബൻ ഗയി. ഈ മറാഠി പെണ്ണ് തന്നെയാണ് പിന്നെ ഇന്ത്യയുടെ ബുൽബുലായിട്ട് മാറിയത്. ക്രോഡോ റുപ്പിയയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, കോടികളുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയായ കി സബ്സെ തോക്കത്തോടെ ജബാൻ ഉറുദു ബൻ ചുക്കി ഹെ, അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള വളരെ സ്വാധീനമുള്ള ഭാഷ ഉറുദു ആയിട്ട് മാറിയിട്ടുണ്ട്. ഉറുദു കെ കഹാനിക്കാർ ഹമേശ ഫിലിം ഇൻഡസ്ട്രീസെ ജഡേ രഹേ ഹെ. നമ്മുടെ ഉറുദുവിൻ്റെ എന്താ പറയുക, കഥാകൃത്തുക്കളൊക്കെ എപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ജഡേ രഹന പറഞ്ഞാൽ ബന്ധപ്പെട്ട് നിൽക്കുക എന്നിട്ട് അർത്ഥം അവിടെ. അപ്പോൾ വാപസ് താഹോന എന്നൊക്കെയുള്ള അർത്ഥം. മുൻഷി പ്രേംചന്ദ്, സാദത്ത് ഹസൻ മണ്ടോ, പിന്നെ കൃഷ്ണചന്ദ്ര, പിന്നെ കമാൽ അമ്രവി, രാജേന്ദ്ര സിംഗ് ബേഡി जैसी कितनी ही अहम शख्सियतें हैं जो एक बाद देगरे ഫിലിം ഇൻഡസ്ട്രീസെ വാബസ്ത രഹി ഹെ. ഇങ്ങനെയുള്ള പ്രസിദ്ധമായ വ്യക്തിത്വങ്ങളൊക്കെ എക്കെ ബാദ് ദേഗരി പറഞ്ഞാൽ മുസൽസൽ എന്നുള്ള അർത്ഥം, ഒന്നിനു ശേഷം ഒന്നായിട്ട്, തുടരായിട്ട് സക്സസീവ്, അല്ലെങ്കിൽ എന്താ പറയുക, അതെ തുടരെ മുസൽസൽ എന്നുള്ള അർത്ഥം. ഫിലിം ഇൻഡസ്ട്രീസെ വാബസ്ത രഹി ഹെ, ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് വാബസ്ത രഹന പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആവുക, അതുമായിട്ട് അസോസിയേറ്റഡ് ആവുക, ബന്ധപ്പെട്ട് എപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുക. എന്ന് വെച്ചാൽ ഉറുദുവിലെ കഥാകൃത്തുകൾക്ക് എപ്പോഴും എന്താണ് ഓരോ സിനിമകളുണ്ടാവും, കാരണം ഉറുദു ഡയലോഗുകളാണ് ഉപയോഗിക്കുന്നത്. യഹി ഓ ലോഗ് ഹെ ജിനോനെ അപ്നി ഗോനാഗുൻ അദബി കാവിഷോം സെ ഉറുദു കെ ദാമൻ കോ വസിയസെ വസിയത്തർ കർ ദിയ ഹെ. ഇവർ തന്നെയാണ് അവരുടെ വ്യത്യസ്തമായ വർക്കുകൾ കൊണ്ട് ഇവരുടെ വ്യത്യസ്തമായ കാവശ്യം എന്ന് പറഞ്ഞാൽ ശ്രമങ്ങൾ, എഫേർട്ട് എന്ന് പറഞ്ഞിട്ടോ. ഗോനാഗോൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പല വർക്കുകൾ കൊണ്ടും ഉറുദു സാഹിത്യത്തെ, ഉറുദുക്കെ ദാമൻ എന്ന് പറഞ്ഞാൽ ഉറുദുവിൻ്റെ അതിർത്തികളെ, വസിയത്തർ കർദിയ വിശാലമാക്കിയതും ഇവർ തന്നെയാണ്. വസിയസെ വിശാലതയിൽ നിന്ന് വസിയത്തർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശാലമാക്കിയത് ഇവർ തന്നെയാണ്. ഉറുദു അദീബോൻ കെ ലിഖെ ഹുയെ ഫിലിമി മുക്കാലമെ ഉത്തനെ പുരാതർ ഹോത്തെ ഹെ. ഉറുദു സാഹിത്യകാരന്മാർ എഴുതിയ ഫിലിമുകളിലെ ഡയലോഗുകൾ ഭയങ്കര സ്വാധീനമുണ്ടാക്കുന്നതാണ്. ജോ മുദ്ദത്തോ യാദ് കിയ ജായേഗ, കുറേ കാലങ്ങളോളം അതിങ്ങനെ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഐസേ മുഖാലമേ ജബാനെ ജദേ ഖാസോ ആം ഹോഗേ ഹെ. ഇത്തരം ഡയലോഗുകൾ വളരെ പ്രസിദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. ജബാനെ ജദേ ഖാസോ ആം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാവുക, വെൽ നോൺ ആവുക, ഫേമസ് ആവുക എന്നുള്ള അർത്ഥം കേട്ടോ. നാട്ടിലെ സംസാരമാവുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി. ചന്ദ് മുക്കാലമേ ലൊർബൽ മസൽ കി ഹൈസിയത്ത് ഇഖ്തിയാർ കർ ചുക്കെ. ചില ഡയലോഗുകൾ എന്തായിട്ട് മസലായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിൻകെ ഗർ ഷീഷേക്കെ ഹോ ഓ ദൂസരോം പർ പത്തർ നഹി പേങ്ക കർത്തെ. ആരുടെ വീടാണോ ചില്ലുകൊണ്ടുണ്ടാക്കിയത് അവരൊരിക്കലും ബാക്കിയുള്ളവരെ കല്ലെറിയുകയില്ല. എന്നുവെച്ചാൽ ആരും സ്വന്തം അയബുകളും ഓർത്താൽ തന്നെ ബാക്കിയുള്ളവരെ അയ്യബത്ത് പറയില്ല എന്നുള്ള നിലക്ക് ഉള്ള ഒരു മുഹാവറായിട്ട്. തെരെ ദിൽ മേ മേരെ സാൻസു കോ പനാഹ് മിൽ ജായെ. നിൻ്റെ ഹൃദയത്തിൽ എൻ്റെ സാൻസു എന്ന് പറഞ്ഞാൽ എൻ്റെ
എന്ത് ശ്വാസത്തിന് പനാഹ് മിൽജായി പറഞ്ഞാൽ പനാഹ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം. നിൻ്റെ ഹൃദയത്തിൽ എൻ്റെ ശ്വാസത്തിന്, എൻ്റെ ജീവന് സംരക്ഷണം നൽകണം. തെരെ ഇഷ്ക് മേ മേരി ജാൻ ഫന ഹോ ജായ്, നിൻ്റെ ഇഷ്കിലായിട്ട് എൻ്റെ ജീവിതം എന്താ പറയുക, ഫന അതിലായിട്ട് ലയിച്ചു പോകണം. ഫന ഹോന പറഞ്ഞാൽ നശിക്കുക എന്നാണെന്ന് വെച്ചാൽ ഇവിടെ ലയിച്ചു പോവുക. ഉർദു അദബ് से वाबस्ता की बड़े बड़े शायरों ने हिंदुस्तानी फ़िल्मों को नहायत मेयारी और मकबूल तरीके गीत बख्शे हैं. ഉറുദു സാഹിത്യവുമായി ബന്ധപ്പെട്ട വലിയ വലിയ കവികൾ ഇന്ത്യൻ ഫിലിമുകൾക്ക് നിഹായത്ത് മെയ്യാരി പറഞ്ഞാൽ ഭയങ്കര ഹൈ ക്വാളിറ്റിയായ, മെയ്യാരി പറഞ്ഞാൽ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയുള്ള ഒരു മക്ബൂൽ തരി വളരെ സ്വീകാര്യമായ ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. ബക്ഷ് എന്ന് പറഞ്ഞാൽ നൽകിയിട്ടുണ്ട്, ബക്ഷേ അവർ നൽകിയിട്ടുണ്ട്. ഉദാഹരണമാണ് സാഹിർ ലുധിയാനി, പിന്നെ മജ്റൂഹ് സുൽത്താൻപുരി, സർദാർ ജാഫരി, കൈഫി ആലമി, ജാവേദ് അഖ്തർ, हसन कमाल, शहरयार और नदा फादली वगैरह फ़नकारों ने फ़िल्मी नामागारी में अदब का मेयार बरकरार रखा है. ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ, ഫൻകാർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, ഫിൽമി നാമാനുകാരി ഫിലിം ഇൻഡസ്ട്രിയിലെ ഗാനരചന, നാമാനുകാരി പറഞ്ഞാൽ സോങ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഫിലിമിൽ സോങ് റൈറ്റിംഗ് എഴുതുന്നതിൽ അതിനെ വളരെ വലിയ ഗുണമേന്മ ഉണ്ടാക്കിയ ആളുകളാണ് ഇവരൊക്കെ. അദബ് ക മെയ്യാർ, ആ സാഹിത്യത്തിൻ്റെ ക്വാളിറ്റി ബർക്കറാർ രക്കാഹ, അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ബർക്കറാർ രക്കെന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക. उर्दू के मशहूर शायर साहिर लुधियानवी ने अपने कलाम के ज़्यादातर हिस्से को फिल्मों में कपा दिया है. ഷായർ ലുധിയാനി എന്ന് പറയുന്ന ആ ഷായർ അദ്ദേഹത്തിൻ്റെ പല കലാമുകളും ഫിലിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പാദേന പറഞ്ഞാൽ ഉൾപ്പെടുത്തുക. ഉസ്സെ ഫിലിമോं की मकबूलियत में और इजाफा हुआ है. അത് കാരണത്താൽ ചില സിനിമകൾക്ക് ഭയങ്കരമായ സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഓർ ഇലാഫ ഹുവ പറഞ്ഞാൽ കൂടുതൽ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സാഹിർ ലുധിയാനിൻ്റെ ഒരു കവിതയാണ് വളരെ പ്രസിദ്ധമായ ഒരു ഗസലായിട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കബി കബി മേരെ ദിൽ മേ ഖയാൽ ആത്താ ഹൈ, ചില നേരത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുന്നു. കെ ജയ്സേ തുജ്കു ബനായ ഗയാ ഹെ മേരെ ലിയെ, നിന്നെ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതുപോലെ. തോ അബ്സെ പഹ്ലെ സിതാരോ മേ ബസ് രഹി തി കഹി, നീ ഈ കുറച്ച് മുമ്പ് കാലം വരെ എന്താ പറയുക, നക്ഷത്രങ്ങളിലായിരുന്നോ താമസിച്ചിരുന്നത്. ബസ് രഹന പറഞ്ഞാൽ താമസിക്കുക, സ്റ്റേ ചെയ്യുക. തുജെ ജമീൻ പെ ബുലായ ഗയാ ഹെ മേരെ ലിയെ, എന്നിട്ട് നിന്നെ ഭൂമിയിലേക്ക് വിടുന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് വളരെ പ്രസിദ്ധമായ കബി കബി മേരെ ദിൽ മേ എന്ന് പറയുന്ന ആ പാട്ടാണ്, പാടി വയ്ക്കിയാൽ മതി. मुग़ल आज़म अनारकली, मिर्ज़ा गालिब, रज़िया सुल्ताना, अमराव जान, चौधरियों का चांद जैसी हमारी बेशुमार तारीख़ साज़ फ़िल्मों की ज़बान ख़ालिस उर्दू है. ഈ പ്രസിദ്ധമായ ഈ ഒരു പടങ്ങളിലൊക്കെ, ഈ ഒരു ഫിലിമുകളിലൊക്കെ അതിൽ ഭാഷ എന്ന് പറഞ്ഞാൽ തനിച്ച ഉറുദു മാത്രമാണ്. ചോദിഹിയൊക്കെ ചാന്ത് എന്നൊക്കെ പറയുന്ന ഈ ഒരു 14 രാവിലെ ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഈ പടങ്ങൾ, ഈ ഫിലിമുകളൊക്കെ എന്താണ്? ഉറുദുവിലാണ്. താരീഖ് സാസ് എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രധാനമായ എന്നർത്ഥം. ഉൻകെ ബേഷുമാർ നഗ്മേ ഗസലേം ഒരു കവാലിയ ആജ് ബി ബേഹദ് മക്ബൂൽ ഹെ, അതിലുള്ള എണ്ണമറ്റ ഗസലിൻ്റെ രാഗങ്ങളും കവാലികളും ഇപ്പോഴും എന്താണ്? വളരെ സ്വീകാര്യമാണ്, അംഗീകൃതമാണ്. തേരി മഹ്ഫിൽ മെ കിസ്മത്ത് ആസ്മാ കർ ഹം ബി ദേക്കേങ്കെ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് എല്ലാവർക്കും അറിയായിരിക്കും. തേരി മഹ്ഫിൽ മെ, നിൻ്റെ ആ മജ്ലിസിൽ, കിസ്മത്ത് ആസ്മാക്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ കിസ്മത്ത് പറഞ്ഞാൽ എൻ്റെ ലക്ക്, ആസ്മാക്കർ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക. അപ്പോൾ നിൻ്റെ ആ മഹ്ഫിലേക്ക് എൻ്റെ ഭാഗ്യം പരീക്ഷിച്ച് നോക്കട്ടെ. കിസ്മത്ത് ആസ്മാക്കർ എന്ന് പറഞ്ഞാൽ ഭാഗ്യം പരീക്ഷിക്കുക. ഹംബി ദേക്കെങ്കിൽ, അങ്ങനെയൊന്ന് നോക്കട്ടെ. അജി ഹംബി ദേക്കെങ്കിൽ, നമ്മളൊന്ന് അങ്ങനെ പരീക്ഷിച്ച് നോക്കട്ടെ എന്നുള്ള അർത്ഥം. ഫിലിം ധടക്കൻ എന്ന് പറഞ്ഞ ഫിലിമിൽ നുസ്രത്ത് ഫത്തഹ് അലി ഖാൻ की गाई हुई ये ഖവാലി भी हर एक के नौ के ज़बान पर है. ധടക്കൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇദ്ദേഹം പാടിയ, ഫത്തഹ് അലി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം പാടിയ എന്ത് ആ പാട്ട് എല്ലാവരും നോ കെ സബാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാവിൻ്റെ അറ്റത്ത്. ദുലൈക സെഹ്റ സുഹാന ലഗ്ത ഹെ, ദുൽഹ എന്ന് പറഞ്ഞാൽ ഗ്രൂമിൻ്റെ, സെഹ്റ പറഞ്ഞാൽ തലപ്പാവ്, ടർബൻ, അത് സുഹാന ലഗ്ത ഹെ, സ്വർണം പോലെയുണ്ട്. ദുൽഹൻ കാ തോ ദിൽ ദീവാന ലഗ്ത ഹെ, ആ വധുവിൻ്റെ മനസ്സ് ദീവാന എന്നാൽ പ്രണയത്തിലായിട്ട് ഇരിക്കുക.
लगता है പ്രണയത്തിലായിട്ടിരിക്കുകയാണ്. उर्दू शायरी को नज़रअंदाज करके हिंदुस्तानी फ़िल्मी गीतों का तसव्वुर भी आबद है. ഉറുദു ഷായറിനെ നസറന്താസ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, ഇഗ്നോർ ചെയ്യുക. അതിനെ അവഗണിച്ചിട്ട് ഇന്ത്യൻ ഫിലിമുകളിലുള്ള ഗാനങ്ങളൊക്കെ അതിനെ ഇമേജിൻ ചെയ്യുക എന്നുള്ളത് തന്നെ വെറുതെയാണ്. മിർസ ഗാലിബ് की ज़िंदगी तसव्वुर करना ना इमेज किया. मिर्ज़ा गालिब की ज़िंदगी के वाक़यात और उनके ख़ुतूत के पेश नज़र सहराब मोदी ने എന്ന് വെച്ചാൽ മിർസ ഗാലിബ് 1904 में मिर्ज़ा गालिब नाम से एक फ़िल्म बनाई थी. മിർസ ഗാലിബിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കത്തുകളൊക്കെ ബേസ് ചെയ്തിട്ട്, പേഷ നസർ എന്ന് പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്തിട്ട്, പേഷ നസർ പറഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ട് എന്നുള്ളർത്ഥം. കൺസിഡറിങ്. സെഹ്റാബ് മോദി എന്ന് പറയുന്ന അദ്ദേഹം ഒരു സിനിമ ഉണ്ടാക്കിയിരുന്നു, മിർസ ഗാലിബ് നാം സേ ഏക് ഫിലിം ബനായി തി. മിർസ ഗാലിബ് എന്നതിൻ്റെ പേര്. ഈ ഫിലിം ഓർ ഉസ്കി ഗസലെ ബി ബേഹദ് കാമയാബ് ഹെ. ആ ഫിലിമും നിമതി അതിലുള്ള ഗസലുകളും വളരെ ഭയങ്കര സക്സസ്ഫുള്ളായിരുന്നു. ദിലേ നാദാൻ തുജെ ഹുവ ക്യാ ഹെ ആഖിർ ഇസ് ദർദ് കി ദവാ ക്യാ ഹെ. എന്താണ് ഹൃദയമനി എന്തിങ്ങനെ നാദാനായിരിക്കുന്നത്, നാദാൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായിരിക്കുന്നത്. ആഖിർ ഇസ് ദർദ് കി ദവാ ക്യാ ഹെ, ഈ ഒരു വേദനയുടെ എന്താ ചികിത്സ എന്താണ്, അത് പറഞ്ഞ മരുന്ന് എന്താണ്. ഹർ മോഡ് പർ ഹിന്ദുസ്ഥാനി സിനിമാനെ ഗുൻഗുന हर मोड पर हिंदुस्तानी सिनेमा ने गंगा जमुनी യമുന തെഹദീബ് കോ ബർക്കറാർ രക്കാ ഹെ. എല്ലാ മോഡ് എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലും ഇന്ത്യൻ സിനിമ ഗംഗ യമുന ആ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ബർക്കറാർ രക്കാ ഹെ പറഞ്ഞാൽ അതിനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഗംഗ യമുന ആ സംസ്കാരത്തെ അത് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ കോണുകളിൽ നോക്കുമ്പോഴും. ഈ സിൽസിലമേ ഫിലിം സാത്തി മേ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് യാഫ്ത മജ്റൂ സുൽത്താൻപുരി ക ഏക ഗീത് മുലാഹദ ഹെ. ഈ ഒരു സിൽസിലയിൽ വരുന്നതാണ് സാത്തി എന്ന ഒരു ഫിലിം. അതിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മജ്റൂ സുൽത്താൻപുരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിത മുലാഹദ ഹോ. അത് വളരെ ശ്രദ്ധേയമാണ്. മുലാഹദ പറഞ്ഞാൽ നോട്ടഡ് ആണ് എന്നർത്ഥം, ശ്രദ്ധേയമാണ്. ഗിർ തേരെ ദംസെ ഹെ മന്ദിർ മേര. നിൻ്റെ നിലനിൽപ്പ് കാരണത്താൽ എൻ്റെ വീട് ഒരു മന്ദിരമായിട്ടുണ്ട്. മന്ദിരം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം പോലെ ആയിട്ടുണ്ട്. ഗർ തേരെ ദംസെ, നിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജിന്ദഗി, മൗജൂദഗി എന്നൊക്കെയുള്ള അർത്ഥം. മേരെ ഗർ, എൻ്റെ വീട് മന്ദിർ പോലെ ആയിട്ടുണ്ട്. തൂ ഹേ ദേവി, നീയാണ് ദേവി. മേ പുജാരി ഹൂँ, തേര, നിൻ്റെ പുജാരിയാണ് ഞാൻ. സജ്ദേ സോബാർ കരും, ഞാൻ 100 തവണ സജ്ജത അവിടെ ചെയ്യും, നിൻ്റെ മേൽ കുനിയും. ആ തുജെ പ്യാർ കരും, എന്നിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കും. ആഘോഷമേ ആയിന ഹൂ മേ തേര, നിൻ്റെ മടിയിൽ ഞാനൊരു കണ്ണാടി പോലെയാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ മടി, ലാപ്പ് എന്നർത്ഥം. മനസ്സിലായോ? मंदिर और पुजारी जैसे अल्फाज के बाद सजदे सौर बार करो के फ़िक्रे के बरजस्ता इस्तेमाल इस हकीकत पर दाल है. എന്ന് വെച്ചാൽ ഈ ഒരു കവിതയിൽ സജ്ദെ സോബാർ കരും, അതേമാതിരി പുജാരി, മന്ദിർ എന്നൊക്കെയുള്ള ഈ ഒരു ലഫ്ലുകളൊക്കെ ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള അർത്ഥം. ഓക്കെ. പർജസ്ത പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, പർജസ്ത പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ യോജിച്ചെന്ന് വെച്ചാൽ മതി ഇവിടെ. ഫിക്രയൊക്കെ ബർജസ്ത പറഞ്ഞാൽ യോജിച്ച്, ഇസ്തിമാൽ ഇസ് ഹക്കീക്കത്ത് പർ, ഈ ഒരു യാഥാർത്ഥ്യത്തെ ദാൽഹ പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നു. ദാൽഹ പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. ജാവേദ് വിശിഷ്ട് എന്ന് പറയുന്ന വിശിഷ്ടിനെ കിയാ ഖൂബ് കഹാ ഹെ, വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഹ്തേ ഹെ ജിസെ ഹിന്ദുൽമാനി സംഘം തഹദീബ് ഓ ഉർദു കി ഹെ ഗംഗാ യമുനി. ഹിന്ദുൽമാനി പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിം സംഘമാണ്. ഉറുദു എന്നുള്ള ഭാഷ ഹിന്ദുസ്ഥാനി, അതേമാതിരി മുസൽമാനി സംഘം എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഉറുദു കി തെഹദീബ് ഗംഗാ യമുനി എന്നുള്ള തെഹദീബാണ് എന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ? കഹ്തേ ഹെ ജിസെ
ഹിന്ദുൽമാനി സംഘം. ഉറുദുവിനെ ചില ആളുകൾ പറയുന്നു ഹിന്ദുസ്ഥാനി, അതേമാതിരി മുസൽമാനി എന്നുള്ളൊരു മിക്സ്ചറാണ്, ഒരു സംഗമമാണ് എന്ന് പറയുന്നു. തെഹദീബ് ഉറുദു കി ഹെ ഗംഗ യമുനി. ഉറുദുവിൻ്റെ തെഹദീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗ യമുനി തെഹദീബാണ്, അതല്ലാതെ മറ്റേതല്ല എന്നുള്ളൊരർത്ഥം. ഹിന്ദുസ്ഥാനി സിനിമ കെ ജദീദ് ദൗർ മേ ബി ഉറുദു കാ ഏബ് കൾച്ചർ ബർക്കറാർ ഹെ. ഇന്ത്യൻ സിനിമയുടെ ഈ പുതിയ കാലത്തും ഈ പറയുന്ന ഒരു കൾച്ചർ സ്പഷ്ടമാണ്. ഖിയാമത്ത് സെ ഖിയാമത്ത് തക്ക്, ദിൽ ചാഹത്താ ഹെ, ജോധ അക്ബർ, ഫന, വീർസാറാം, സാവരിയ, താരെ ജമീ പർ, ദിൽ സെ എന്ന് പറയുന്ന ഈ ഒരു സിനിമകളിലൊക്കെ ഉസ്കി അച്ചി മിസാലെ ഹെ, ഇതിൻ്റെ വലിയ ഉദാഹരണങ്ങളുണ്ട്. ഓ യാർ ഹെ ജോ ഖുഷ്ബു കി തറ, ചെയ്യ ചെയ്യ എന്ന ആ ഒരു പാട്ടിൻ്റെ ഒരു വരികളാണ് ചെയ്യ ചെയ്യ. ഓ യാർ ഹെ, ദിൽ സെ എന്ന് പറയുന്ന പടത്തിലുള്ള ഓ യാർ ഹെ എൻ്റെ പ്രണയിനിയാണ്, യാർ എന്ന് പറഞ്ഞാൽ പ്രണയിനി. ജോ ഖുഷ്ബു കി തറഹ് ആണ്, ഭയങ്കര സുഗന്ധത്തെ പോലെയാണ്. ഹെ ജിസ്കി ജബാൻ ഉറുദു കി തറഹ്, അവളുടെ സംസാരം ഉറുദുവിനെ പോലെയാണ്. എന്ന് വെച്ചാൽ ഉറുദുവിനെ അവിടെ ഒരു മെറ്റഫറായിട്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മേരി ഷാമോരാത്ത് മേരി കായിനാത്ത്, എൻ്റെ ദിനവും രാത്രിയും എൻ്റെ ലോകങ്ങളും ഒക്കെ നീയാണ് എന്നുള്ള അർത്ഥം. യാർ എന്ന് പറഞ്ഞാൽ പ്രണയിനി. ഷാഹിദ് ആസ്കർ നാം യാഫ്ത ഗുൽസാർ സ്വാഹിബ് പഹലെ നഗമാഗർ ഹെ ജിനോനെ ഉറുദു കോ ജബാൻ യാർ കാ ബഹ്തരി മദ്ഹർ ബനാ ദിയ ഹെ. മേലെ പറഞ്ഞ പാട്ട് എഴുതിയത് ഗുൽസാർ എന്ന് പറയുന്ന ഓസ്കാർ അവാർഡ് കിട്ടിയ ആളാണ്. അദ്ദേഹമായിരിക്കും ആദ്യമായിട്ട് ഒരു ഉറുദു ജബാനെ ഉറുദു ജബാൻ്റെ ആ ഒരു ഭംഗിയെ ഇത്ര നല്ല രീതിയിൽ പ്രകടമാക്കി. മദ്ഹർ ബനാ ദിയ പറഞ്ഞാൽ ആ ഒരു പ്രകടമാക്കി. ഉറുദുക്ക് ജബാനെ യാർ, പ്രണയത്തിൻ്റെ ഭാഷ എന്നുള്ള രീതിയിൽ പ്രകടമാക്കുന്നത് ഇദ്ദേഹമായിരിക്കും. ഉനേത്തോ വഹി മെഹബൂബ് അച്ഛാ ലഗ്താ ഹെ ജിസ്കി ജബാൻ ഉറുദു കി തറ. അദ്ദേഹത്തിനാണെങ്കിൽ ഉറുദു ഭാഷയുള്ള പ്രണയിനിയാണ് നല്ല മെഹബൂബായിട്ട് തോന്നുന്നത്. കവിത ബേസ് ചെയ്ത് പറഞ്ഞു. ഉറുദു ജബാൻ കി शीरीनी और हर दिल अजीज़ी का रंग मलयालम फिल्मों में भी रच बस गया है. ഉറുദു ഭാഷയുടെ ഷീരീനി പറഞ്ഞാൽ വളരെ സ്വീറ്റായിട്ടുള്ള, ചീരി എന്ന് അറിയില്ല, അതേമാതിരി ഫാരിസിൽ നിന്നാണ് വീട്. അപ്പോൾ ആ ഒരു സ്വീറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഓർ ഹർദിൽ അസീസി എന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള കരങ്ക്, ആ ഒരു നിറം, ആ ഉറുദു ഭാഷയുടെ ആ ഒരു സാധനം മലയാളം ഫിലിമോമേ ബി റച്ച് ബസ് ഗയാ ഹെ. മലയാളം ഫിലിമുകളും റച്ച് ബസ് ജാന പറഞ്ഞാൽ വ്യാപിക്കുക എന്നുള്ളർത്ഥം. റച്ച് ബസ് ജാന വ്യാപിക്കുക, മലയാളം ഫിലിം വ്യാപിച്ചിട്ടുണ്ട്. മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമയിലും പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉറുദു ഗസലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പാട്ടിൽ. ജേസി മലയാളം ഫിലിമോമേ അസ്ലം ഓർ കവാലിയോം കി മസ്ജിദ് ചാഷ്നി മിൽത്തി ഹൈ. ഈ പറയുന്ന ഫിലിമിലൊക്കെ മലയാള അസലിൻ്റെയും അതേമാതിരി കവാലികളുടെയും മസ്ജിദ് ചാഷ്നി എന്ന് പറഞ്ഞാൽ, ചാഷ്നി പറഞ്ഞാൽ മിക്സ്ചർ, അതിൻ്റെ ഒരു മിശ്രിതം കിട്ടുന്നു. മഷൂർ ഫിലിം കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു പടത്തിൽ മേ കൈലാഷ് ഖൈർ ക ഗായ ഹുവ നഗമ ഉസ്കി ബഹ്തരി മിസാൽ, അതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ് കൈലാഷ് ഖൈർ പാടിയ ആ പാട്ട്. ഖുദാ സെ മിന്നത്ത് ഹെ മേരി ലോട്ടാതെ ജന്നത്ത് ഓ മേരി എന്നുള്ള എൻ്റെ ആ ഒരു സ്വർഗം എനിക്ക് മടക്കിത്തരൂ എന്ന് പറയുന്ന ഒരു. ഷബീർ അഹമ്മദിനെ ക്യാ ഖൂബ് കഹ. ഷബീർ അഹമ്മദാണ് പറഞ്ഞ ആ ഒരു വരികളാണ് ഇനി പറയാം. തേരി മേരി മേരി തേരി പ്രേം കഹാനി ഹെ മുഷ്കിൽ ദോ ലഫ്ലോ മേ ബയാൻ ഉപ്പായ. നിൻ്റെയും എൻ്റെയും ഒരു പ്രണയകഥയാണ്, വളരെ എനിക്ക് പറയാൻ പ്രയാസമാണ്. കാരണം ദോ ലഫ്ലോ മേ ബയാൻ ഉപ്പായ, രണ്ട് വാക്കുകളിൽ ഒരിക്കലും അത് വ്യക്തമാക്കാൻ കഴിയില്ല. ജി ഹാ യെ ബിൽക്കുൽ ബജാ ഹെ കെ हिंदुस्तानी सिनेमा और उर्दू की ये प्रेम कहानी दो लफ्ज़ों में बयान नहीं हो पाती. അതെ, ഇന്ത്യൻ സിനിമയും അതേമാതിരി ഉറുദുവിൻ്റെയും ഈ ഒരു ഇന്ത്യൻ സിനിമയും ഉറുദുവുമായിട്ടുള്ള ഈ ഒരു പ്രേം കഹാനി ഒരിക്കലും ചെറിയ ലഫ്ലുകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബജാഹെ എന്ന് പറഞ്ഞാൽ ശരിയാണ്, കറക്റ്റാണ് എന്നുള്ള ദുരുസ്ത് ഹെ. ജിഹായ ബിൽക്കുൽ ബജാഹെ, ഇത് വളരെ കറക്റ്റാണ്. കാരണം ഇന്ത്യൻ സിനിമയും ഉറുദുവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഈ രണ്ട് ലഫ്ലുകൾ ഈ ഒരു ലേഖനത്തിലായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നർത്ഥം. ഓക്കെ.